ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റീഡിംഗ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ്, ഇൻസെക്യൂരിറ്റീസ്. ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി. ഇത് നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എനർജി ബോണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് തന്നെയാണ്. നിങ്ങളുടെ കുറവുകളിൽ, നിങ്ങളുടെ ഇല്ലായ്മയിലാണ് അല്ലെങ്കിൽ അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ളവർ പലതും പറഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും, കുറ്റപ്പെടുത്തിയിട്ടുമുണ്ടാകും. മറ്റുള്ളവരുടെ ഈ പ്രവർത്തികൾ ഇപ്പോഴും നിങ്ങളെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനായി നിങ്ങളിലുള്ള കഴിവുകളിൽ, ഗുണങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എല്ലാവർക്കും കുറ്റവും കുറവുമൊക്കെ ഉണ്ടാകും. അതാദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ കഴിവുകളിലും ഗുണങ്ങളിലും സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് കരുതി എല്ലാ റിലേഷൻഷിപ്സിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ സത്യസന്ധരായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. ബാക്കി യൂണിവേഴ്സിന് സമർപ്പിക്കുക. അനാവശ്യ ചിന്തകളെ യാഥാർത്ഥ്യമാക്കുവാൻ അനുവദിക്കരുത്. അതായത് നിങ്ങളുടെ അനാവശ്യ ചിന്തകൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ആയി വരാൻ സാധ്യതയുണ്ട്. അതിനാൽ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്യുന്നത് അവരുടെ പഴയ കെട്ടുപാടുകളാണ്. പഴയ അനുഭവങ്ങൾ, പഴയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കുകളുമാകാം. ഇതിൽ നിന്നൊന്നും ഇതുവരെയും അവർ കരകയറിയിട്ടില്ല. അവർ അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അവർക്കതിന് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ആവശ്യമാണ്. പരസ്പരം രണ്ടുപേരുടെയും സഹായം നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പോൾ ആവശ്യമാണ്. ഇവിടെ നിങ്ങൾ രണ്ടുപേർക്കും കമ്മിറ്റഡ് ആകുവാൻ ഭയമാണ്. കാരണം പാസ്റ്റിലെ ട്രോമാസ് ആണ്. രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ ഷെയർ ചെയ്യുകയും ചെയ്യുക. രണ്ടുപേരും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകുക. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. റെസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. താങ്ക് യു ഡിയേഴ്സ്.